ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഈ ഒരു വീഡിയോ ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ പ്ലാൻ ഫുള്ള് മാറിയത്. പിന്നെ ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കല്യാൺ സിൽക്സിക്കാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മുടെ കല്യാണ പെണ്ണിന് സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറയാച്ചാൽ ചേച്ചിമാരും എല്ലാവരും കൂടി വരണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവസാന നിമിഷത്തേക്ക് എൻ്റെ ചേച്ചിക്കും രാധേച്ചിക്കും വരാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ പെങ്ങന്മാരിൽ നിന്ന് ഞാൻ മാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആദർശേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും വല്യമ്മയും എൻ്റെ മൂത്ത ചേട്ടൻ്റെ വൈഫും കൂടിയിട്ട് ഞങ്ങളുടെ കാറിൽ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. വിഷ്ണേട്ടൻ അഞ്ജുനെയും കൂട്ടിയിട്ട് നേരെ കല്യാണിക്ക് എത്താതെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവരെത്തിനേക്കാൻ മുന്നേ ഞങ്ങൾ കുറച്ച് സാരികളൊക്കെ നോക്കി അധികം സമയമൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. നമുക്ക് കല്യാണ സാരി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി അവരുടെ മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. റെഡോ അല്ലെങ്കിൽ തരം ലാവൻഡർ, ലൈറ്റ് ലാവൻഡർ പോലത്തെ ഒരു കളറൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സാരി സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ റെഡ് കളറാണ് കേട്ടോ കൂടുതൽ ഭംഗി ഉണ്ടായിരുന്നത്. അഞ്ജുവിനെ അച്ഛനിലും കേട്ടോ പ്രത്യേകിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. എനിക്ക് ശരിക്കും എൻ്റെ കല്യാണത്തിൻ്റെ കാര്യം ഓർമ്മ വന്നേട്ടോ. എൻ്റെ കല്യാണത്തിന് സാരി എടുക്കാൻ പോയ സമയത്ത് എനിക്ക് സാരി എന്താ കളർ എന്താ ഒരു ഐഡിയ ഇല്ല. ഷോപ്പിലെ ചേച്ചിമാര് നമുക്ക് സാരിയൊക്കെ സെറ്റ് ചെയ്ത് തരുമല്ലോ. അപ്പൊ അവര് പറയും അത് കുഴപ്പമില്ല, ഇത് ഭംഗിയുണ്ടല്ലോ പറഞ്ഞ. അപ്പൊ ഞാൻ പറയും അന്ന് ഇത് മതി പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്റെ കല്യാണത്തിന് ഞാൻ ആ ഗ്രീൻ കളർ ചൂസ് ചെയ്തേട്ടോ. ഗ്രീൻ കളർ ഭംഗിയുണ്ട്, പക്ഷെ എപ്പോഴും കല്യാണത്തിന് ഭംഗിയുണ്ടാവുക റെഡ് കളർ തന്നെയാവും കേട്ടോ. എപ്പോഴും ഫോട്ടോയ്ക്ക് നല്ലൊരു ഷോ കിട്ടുക റെഡ് കളർ സാരി തന്നെയാവും കേട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കല്യാണത്തിന് ഗ്രീൻ എടുക്കണ്ടായിരുന്നു, റെഡ് മതിയായിരുന്നു എന്ന്. ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇന്നത്തെ പർച്ചേസിങ് വരുന്നത് കല്യാണ പെണ്ണിനും ചെക്കനും മാത്രമായിട്ട് എടുക്കേണ്ടതുള്ളൂ. ബാക്കി എല്ലാവർക്കും ഉള്ളത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത് ചെക്കനും പെണ്ണിനും മാത്രമല്ലേ ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് കാരണം പെട്ടെന്ന് കഴിഞ്ഞ് വീട്ടിലെത്താന്നൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും നടന്നില്ല ഗൈസ്. സാരി മാത്രമാണെങ്കിൽ പോലും ഇതിനുള്ള സാരി മാത്രമാണ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിഞ്ഞുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് പെൻഡിങ് ആയിരുന്നു. റിസപ്ഷന്റെ ഡ്രസ്സ്, അതുപോലെ തന്നെ കോമൺ വിരുന്നിനൊക്കെ കൊടുക്കേണ്ട സാരി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കല്യാണ സാരി ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേട്ടനുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ചേട്ടൻ അപ്പോൾ കുർത്തയാണോ ഷർട്ടാണോ എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ്. ചേട്ടന് കൂടുതൽ ഭംഗി ഉണ്ടാവുക കുർത്തയാണ്. എനിക്ക് ചേട്ടനെ കുർത്ത ഇട്ടിട്ട് കാണുമ്പോഴാട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പൊ നമുക്ക് കണ്ടേൽ വെച്ച് ഇഷ്ടപ്പെട്ട ഒരു കുർത്ത ട്രയൽ ചെയ്തപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ മുന്നൊക്കെ നമ്മുടെ കല്യാണിന് സെക്കൻഡ് ഫ്ലോറിൽ ഭയങ്കര ഓഫർ ഉള്ളൊരു ഫ്ലോർ ആയിരുന്നു കേട്ടോ. ഇപ്പൊ ആ ഫ്ലോറേ ഇല്ല. ഇപ്പൊ അവരൊക്കെ മാറ്റി. ഞങ്ങളൊക്കെ എപ്പോഴും വന്നാൽ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോവാറ്. കാരണം നല്ല ഓഫറുകൾ ഉണ്ടാവും. ഷർട്ടിനായാലും ചുരിദാർ, സാരി, അങ്ങനെയൊക്കെ എല്ലാം കൂടിയിട്ടുള്ളൊരു സെക്ഷൻ ആയിരുന്നു. ഇപ്പൊ ആ സെക്ഷനേ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ അവര് വേറെ സ്ഥലത്തേക്ക് മാറ്റി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചേട്ടനെല്ലാം മുണ്ട് നോക്കാണ് കേട്ടോ ടിഷ്യൂന്റെ. അപ്പൊ നമ്മുടെ കുർത്തയ്ക്ക് മാച്ചായിട്ടുള്ള വലിയ ഷെയ്ഡ് കിട്ടുമെന്ന് കേട്ടോ തപ്പണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസപ്ഷനുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പൊ ലെഹങ്കയാണ് നോക്കുന്നത്. പക്ഷെ ഇവിടേക്ക് അധികം ഇങ്ങോട്ട് അടിപൊളിയായിട്ട് കളക്ഷൻ തോന്നിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ മൂത്ത ചേട്ടൻ്റെ കല്യാണത്തിന് ഞങ്ങൾ എടുക്കാൻ വന്നപ്പോൾ അത്യാവശ്യം കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കളക്ഷൻസ് തന്നെയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അധികം കളക്ഷനുകളൊന്നും നമുക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ല കേട്ടോ. അങ്ങനെ നമ്മളത് അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ. അങ്ങനെ ഞാനും വിഷ്ണേട്ടനും ആദർശേനും കൂടി താഴെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ബില്ല് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് അഞ്ചും വല്യമ്മയും കൂടി വിളിക്കണേ. നമുക്ക് കോഫി കുടിക്കാം, കോഫി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് കോഫി കുടിക്കാൻ പാടില്ല, ഞാൻ കോഫി കഴിക്കാറില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഭയങ്കര ആഗ്രഹമൊക്കെ തോന്നും. പക്ഷേ ഇവരും അമ്മയും ആദർശേനൊന്നും തീരെ സമ്മതിക്കാറില്ല. പക്ഷെ എനിക്ക് ഇവിടുന്ന് ഇവര് ചായ ഉണ്ടാക്കി തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടിയിട്ട് ഇവിടെ ഇരുന്ന് ചായയും കോഫിയൊക്കെ കുടിച്ചു കേട്ടോ. വിഷ്ണേട്ടനും നിഷയും താഴെയുടെ അവർക്ക് വേണ്ട പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഇനി നമുക്ക് ബില്ല് പേ ചെയ്യണം. അപ്പം നമ്മുടെ ചെറുതുണ്ട് കേട്ടോ. ഒപ്പം ചെറുത് പാവട്ടോ, അവന് ഒരു അലമ്പുമില്ലാതെ ഒക്കെ നമ്മുടെ ഒപ്പം ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നമ്മുടെ ഒപ്പം നിന്നു കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ സംഭവങ്ങളൊക്കെ സെറ്റായി. ഇനി നമുക്ക് സീമാസയ്ക്ക് കൂടിയും പോകണം. നമുക്ക് 2-3 ഷോപ്പ് കൂടിയും കയറി വെക്കാം. ഇനി നമുക്ക് മറ്റേ ലെഹങ്ക എടുക്കാണ്ട്, റിസപ്ഷന്റെ ഡ്രസ്സ്, പിന്നെ സെറ്റുമുണ്ട്, അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് ഐറ്റംസും കൂടി എടുക്കാണ്ട്. വിഷ്ണേട്ടൻ്റെ അച്ഛൻ ഇങ്ങനെ പുറകെ നിന്നിട്ട് ഓരോന്ന് പറഞ്ഞ് കളിയാക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാറിലൊക്കെ കയറി. അഞ്ചും നമ്മുടെ ഒപ്പം പോകുന്നു കേട്ടോ. കാരണം ഉച്ചയാകുമ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പം അഞ്ചും ഞാനും വല്യമ്മയും നിഷയും കൂടിയിട്ടാട്ടോ സീമാസി പോണത്. വിഷ്ണുവേട്ടൻ ബൈക്കിൽ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതേ ചെറുത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചെറുത് ഞങ്ങളൊക്കെ പോകണത് ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ സീമാസിക്ക് എത്തി. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അറിയണേ ഇവിടെ എന്തോ കുറേ ഇൻഫ്ലുവൻസേഴ്സും പിന്നെ ആശാ ശരത്ത് അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ വേഗം വെയിലത്ത് നിന്ന് അങ്ങോട്ട് ഉണ്ണീനെ എടുത്തിട്ട് വേഗം കയറി കേട്ടോ. അങ്ങനെ വല്യമ്മ ഇപ്പം നോക്കി നിൽക്കണത് വേറെ ആരെയൊന്നുമില്ല, വിഷ്ണേട്ടൻ വന്നിട്ടില്ല. അപ്പൊ വിഷ്ണേട്ടൻ നോക്കി നിൽക്കാൻ കേട്ടോ. നമുക്ക് അച്ഛന് കറക്റ്റ് സ്ഥലം അറിയില്ല. സീമാസ് ഇങ്ങനെ ഷോപ്പുകൾ അറിയാമെന്നല്ലാതെ ഞാൻ ആകെ ഒരു പ്രാവശ്യം കല്യാണത്തിന് മുന്നേ അങ്ങോട്ട് വന്നിട്ടുള്ളതാ സീമാസിക്ക്. പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് വരണേ കേട്ടോ. അപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ആദർശായിട്ട് ഇതേ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് വന്നു. പിന്നെ ഇതേ വിഷ്ണുവേട്ടനും എത്തിയിട്ടാ. ആദർശേട്ടൻ ചെറുതിനെ ഇങ്ങനെ കളിപ്പിക്കാനിട്ടോ. അപ്പൊ ഞങ്ങൾ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഫുള്ള് ആദർശേട്ടൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ ചെറുതുണ്ടായിരുന്നത്. അവന് പിന്നെ അങ്ങനെ അലമ്പോ അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. ഭയങ്കര ഡീസൻ്റ് ആയ കുട്ടിയാണ് കേട്ടോ. ആരുടെ അടുത്തേക്കായാലും
എവിടെയെങ്കിലും പോവും. ഇങ്ങനെ ആള് ഭയങ്കര കൂൾ ആൻഡ് കാമാണ് കേട്ടോ. വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായി, പക്ഷെ എഡിറ്റ് ചെയ്യാൻ മടിയായിട്ട് ഇങ്ങനെ ഞാൻ ഇരിക്കായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ കമന്റ്സ് ആയിട്ടോ അതേ മെസ്സേജ് ഒക്കെ ആയിട്ട് ചേച്ചി ലോങ് വീഡിയോസ് ഇടുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ സാരിയുടെ സെക്ഷനിലേക്ക് എത്തിയപ്പോൾ ഇവിടെ നല്ല ഗംഭീര തിരക്ക് കേട്ടോ. കാരണം ഇവിടെ ആശയശരത്തൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, എന്റെ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഞാനപ്പോൾ അവിടെ പോസ്റ്റ് അടിച്ചു കേട്ടോ. സീമാസിൽ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. നമ്മൾ കല്യാണത്തിന് പോയതിനു ശേഷം ഇങ്ങോട്ട് പോയപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആവും ഇത്ര റേറ്റ് കുറവെന്ന് തോന്നിയിട്ടാ. കാരണം എല്ലാത്തിനും നല്ല ഓഫർ ഉണ്ട്, എല്ലാത്തിനും പകുതി റേറ്റ് ഒക്കെ ആയിട്ട് കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസും ഉണ്ട്. അപ്പൊ പിന്നെ ഇവിടെ ചെന്നപ്പോൾ ഇതേ കുറേ ആൾക്കാരുണ്ട്. അപ്പൊ ആകെ തിക്കും തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ ഇൻസ്റ്റയിൽ സ്ഥിരം കാണുന്ന കുറേ പരിചിതമായ കുറേ മുഖങ്ങൾ ഇവിടെ നിന്ന് കാണാൻ പറ്റിട്ടോ. എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. നമ്മൾ കുറച്ച് പേരെടുത്ത് പോയി സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വല്യമ്മയാണ് ഇതിൽ വൻ ട്വിസ്റ്റ് ആയത് കേട്ടോ. വല്യമ്മയ്ക്ക് ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സീസൺ 6 നന്ദന പറഞ്ഞിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആളെ കണ്ടപ്പോ വല്യമ്മയ്ക്ക് എന്താ പറയാ ഭയങ്കര സന്തോഷവും സ്നേഹപ്രകടനമൊക്കെ ആയിരുന്നു കേട്ടോ. ആളും ഭയങ്കര കമ്പനി ആയിരുന്നു. ആളുടെ വീട് തൃശ്ശൂർ തന്നെയാണ്. നിഷയ്ക്കാണെങ്കിൽ ഇവർ ആരെയും അറിയില്ല കേട്ടോ. അപ്പൊ ഇത് എന്താ സംഭവം എന്ന് വെച്ചിട്ട് അന്തം വിട്ടിട്ടാണ് അവള് നോക്കി നിൽക്കുന്നത് കേട്ടോ. വല്യമ്മ അച്ഛങ്ങ ഭയങ്കര കരച്ചിലും തുടങ്ങി. സാഹുൽ ശ്രദ്ധിക്കുക, കസ്റ്റമർ പിന്നെ ആദർശന്റെ ഫേവറേറ്റ് കപ്പിൾസ് ആണ് മല്ലു കപ്പിൾ. അപ്പൊ അവരെ കണ്ടപ്പോൾ ആദർശൻ വേഗം ഓടിപ്പോയി സെൽഫി ഒക്കെ എടുത്തു. പിന്നെ ആ ചേട്ടയ്ക്ക് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. ഫേസ്ബുക്കിൽ തിമേനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന്റെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തന്നു കേട്ടോ. പിന്നെ നമ്മൾ ലെഹങ്ക എടുക്കാൻ വേണ്ടിയിട്ട് ലെഹങ്കയുടെ സെക്ഷനിലേക്ക് വരുന്നു കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ കളക്ഷൻസ് നോർമൽ ആണ്, പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ ഇട്ടിട്ടാട്ടോ നമ്മളപ്പോൾ ഇങ്ങനെ തപ്പി പിടിച്ചെടുക്കണം. കല്യാണ ഷോപ്പിങ്ങിനൊക്കെ ഇവിടേക്ക് വരാൻ പറ്റുമോ ചോദിച്ചാൽ കുഴപ്പമില്ല. നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് തപ്പി പിടിച്ച് നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ. അങ്ങനെ ഇവിടുന്ന് ഇതേ ഈ ഒരു വൈറ്റ് ഡ്രസ്സായിട്ട് അഞ്ജുവിന് എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങളുടെ കോഴിക്കോടുള്ള ശോഭിക വെഡിങ് മാളിന്റെ ഒക്കെ വില മനസ്സിലാവണേ കേട്ടോ. അവിടെ പിന്നെ പോയി വെച്ചെങ്കിൽ എല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടൂട്ടോ. വേറൊരു സ്ഥലത്തേക്കും നമ്മൾ പരിധി നടക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ SM പോയാലും മതി കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ കുറെ കളക്ഷൻസ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ നമ്മൾ തപ്പി പിടിച്ച് എടുക്കണം. പിന്നെ സെയിൽസിലെ ആൾക്കാർക്കാച്ചെങ്കിലും നല്ല തിരക്കുണ്ട്. അപ്പം എല്ലാവർക്കും കൂടി നമ്മളതിനെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ വെഡിങ് പർച്ചേസിനാണ് വന്നെങ്കിൽ പോലും കൂടിയിട്ട് അതിന് വേണ്ട കെയറിങ്ങും അത്ര ഇതായിട്ട് നമുക്ക് തോന്നിയില്ല. പിന്നെ സെറ്റ് മുണ്ടിന്റെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എല്ലാത്തിനും പകുതി വിലയായിരുന്നു കേട്ടോ. അപ്പൊ ഇനി ഒരു വട്ടം കൂടി ഇങ്ങോട്ട് വരണം. ഇപ്പൊ എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് കല്യാണത്തിനുള്ള സാധനങ്ങൾ മാത്രമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ ഇതേ ബില്ലൊക്കെ പേ ചെയ്യാൻ ചെന്നപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്നു കേട്ടോ. കുറെ നേരം അതിൽ നിൽക്കണേ. അങ്ങനെ ആദർശനും ഞാനും കൂടിയിട്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നു. അങ്ങനെ നമ്മുടെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ സെറ്റായി. എന്നാലും നമ്മൾ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ മറക്കും. അത് വീണ്ടും വീണ്ടും ഓർത്തിട്ട് ഇങ്ങനെ എടുത്ത് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ കേട്ടോ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾക്ക് ഇനി വേറെ എവിടെ ഇങ്ങനെ നടക്കണ്ട വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ മതിയല്ലോ വിചാരിച്ചിട്ട് നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഒരു ഷോപ്പിലേക്ക് കയറി കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ബിരിയാണിയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും പറഞ്ഞത്. ആദർശേട്ടനും നിഷിയും ബീഫ് ബിരിയാണി, ഞാനും മഞ്ജു വിഷ്ണുവേട്ടൻ അവരൊക്കെ ഞങ്ങൾ സാധാ ചിക്കൻ ബിരിയാണിയും പറഞ്ഞു കേട്ടോ. വല്യമ്മയ്ക്ക് ചോറ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ ഓരോരുത്തർക്കായിട്ട് ഫുഡ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ചെക്കൻ നമ്മുടെ അഞ്ജുൻ്റെ കയ്യിലാണ് കേട്ടോ. അങ്ങനെ ഇതേ എനിക്കും ഫുഡ് കിട്ടി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ. വിശപ്പുണ്ടോ ചോദിച്ചാൽ എനിക്കിപ്പോൾ അധികം വിശപ്പൊന്നുമില്ല. എനിക്ക് അതെന്താന്നൊക്കെ മനസ്സിലാവാം. എനിക്ക് രാവിലെ ചെറിയ വിശപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞു വെച്ചാൽ പിന്നെ എനിക്ക് അന്നത്തെ ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വലിയൊരു സീനും ഇല്ല. മുന്നൊക്കെ എന്ന് വെച്ചാൽ ഡയറ്റിങ്ങും പിന്നെ തടി കുറയ്ക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മളിപ്പോൾ 2 ദിവസം അടുപ്പിച്ച് 3 നേരം ഫുഡ് കഴിച്ചു വെച്ചെങ്കിൽ ആ ഒരു സമയത്തുമ്പോൾ 3ാമത്തെ ദിവസം നല്ല വിശപ്പാവും. അപ്പോൾ നമ്മളിങ്ങനെ ആക്രാന്തം പിടിച്ചിട്ടാവട്ടെ ഫുഡ് അടിക്കുക. എനിക്ക് പിന്നെ ഇപ്പൊക്കെ അറിഞ്ഞൂടാ, എല്ലാ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴൊക്കെ ഇപ്പോൾ എല്ലാവർക്കും വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഇതേ കിട്ടുന്നില്ല. ഫുഡ് നേരത്തിന് 3 നേരം കഴിക്കേണ്ടേ വിചാരിച്ചിട്ട് അങ്ങനെ കഴിക്കും. അല്ലാതെ വിശന്നിട്ടോ അങ്ങനെ ആയിട്ട് ഞാൻ ഫുഡ് ഇപ്പോൾ എൻജോയ് ചെയ്തിട്ട് കഴിക്കാറില്ലേ കുറവാണ് കേട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കാറ് കയറാൻ നിൽക്കുന്ന സമയത്ത് കാറ് ഇതേ നല്ല പൊരി വെയിലത്താട്ടോ കിടക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എൻ്റെ ഈശ്വര ആവി പറക്കുക ചെയ്യുന്നത്. പിന്നെ ഇതാ ഇവരൊക്കെ ഇത് മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി നിൽക്കാറുണ്ട്. അവിടെ കുറേ കണ്ണിമാങ്ങ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വലിയമ്മയ്ക്ക് അത് വേണമെന്ന് പറഞ്ഞപ്പോൾ വിഷ്ണുവേട്ടൻ 2 പൊട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിൽ നിന്ന് നോക്കട്ടെ ഇനി ഇവരെ ആരെങ്കിലും ചീത്ത പറയുമോ. അതിൻ്റെ അപ്പുറത്തെ അച്ഛൻ സെക്യൂരിറ്റി ഇരുന്ന് ജാതി നോട്ടം. ആളെന്നാ പൊട്ടിക്കണ്ടെന്നൊന്നും പറയണില്ല, പക്ഷെ ആളിങ്ങനെ നോക്കി പേടിപ്പിക്കുന്നു. ഇവരച്ഛൻ അത് ശ്രദ്ധിക്കണില്ല. ഞാനിവിടെ കാറിൻ്റെ ഉള്ളിലിരുന്ന് കാണുന്നുണ്ട് കേട്ടോ. ഏട്ടനച്ഛൻ കമ്പൊക്കെ എടുത്തിട്ട് ചാടി പൊട്ടിക്കാനുണ്ടോ. കണ്ടോ ഇവരിരുന്ന് ഇങ്ങനെ നോക്കുക, എന്താ ഇവർ കാണിക്കുന്നത്, ഭയങ്കര ദേഷ്യത്തിലാണ് നോക്കുന്നത്. പക്ഷെ ഇവരിങ്ങനെ ആരും മൈൻഡ് ചെയ്യണില്ല കേട്ടോ. അങ്ങനെ വല്യമ്മയ്ക്ക് ഒരു കണ്ണിമാങ്ങ കൊടുന്നു.
അച്ചോ പാവണ്ടല്ലോ ഇത്. നോക്കും ഫസ്റ്റ് സ്റ്റെയറിംഗ് കൊടുക്കുന്നത് ഞാനേ ടേക്കൂ. സുന്ദര ചുറ്റിന് മാമറ്റിന്നെ കുമ്പ വെച്ചിക്കണില്ലേ എനിക്ക് കുഞ്ഞു കുമ്പ വെച്ചിക്കണില്ലേ. അങ്ങനെ 5 മിഷനും കൂടിയിട്ട് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പോയിട്ടോ. ഞാൻ ഡിസൈനൊക്കെ ചെയ്തിട്ട് കിട്ടണ്ടേ, ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നേരെ വടക്കാഞ്ചേരിക്ക് പോന്നോട്ട് നമുക്ക് ഇനി കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങിക്കാണ്ട്. അപ്പോൾ നമ്മളിത് പ്യാരിക്കാട്ടോ വന്നേക്കണത്. ഞാനൊരു 8ാം ക്ലാസ് തൊട്ട് വരുന്ന ഒരു ഷോപ്പാണ്, ഒരു കുഞ്ഞ് ഷോപ്പ് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇത് ഇത്രയും വലുതായി കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അന്നും നല്ല റേറ്റ് കുറവാണ് എല്ലാ സംഭവത്തിനും, പക്ഷേ ഷോപ്പ് ഭയങ്കര ചെറുതായിരുന്നു കേട്ടോ. പക്ഷെ നല്ല കളക്ഷനും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വടക്കാഞ്ചേരി ഉള്ളവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് നമ്മുടെ പണ്ടത്തെ പ്യാരി എങ്ങനെയായിരുന്നു എന്ന്. ഇപ്പോൾ അത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ സെക്ഷനൊക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ ഫാൻസിയുടെ സെക്ഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ട മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയെടുക്കാം. കല്യാണച്ചക്കൻ അനിയത്തിമാരുണ്ടെങ്കിൽ കല്യാണപ്പെണ്ണിന് ഏറെക്കുറെ സുഖമായിട്ടോ. കാരണം ഇവർ പണ്ടത്തെ പോലെ ഒരു മേക്കപ്പ് ബോക്സ് വാങ്ങി വെക്കാന്നുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ ആരും നമ്മളെല്ലാം ആരും മേക്കപ്പ് ബോക്സ് പണ്ടത്തെ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരില്ലേ, അങ്ങനത്തെ നമ്മൾ ആരും ഉപയോഗിക്കാറില്ല. നമ്മൾ ഓരോ പ്രൊഡക്റ്റായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടല്ല വാങ്ങിക്കാറ്. അപ്പോൾ ഞാൻ അങ്ങനെയല്ല വാങ്ങിക്കേണ്ടത്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സെപ്പറേറ്റ് ആയിട്ട് ഓരോ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞത് തിരിച്ച് വീട്ടിൽ പോകട്ടോ. അപ്പോൾ എൻ്റെ മൂത്ത ചേട്ടൻ വിനീതേട്ടൻ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിനീതേൻ്റെ അടുത്തൊക്കെ കുറച്ച് നേരം സംസാരിച്ച് നമ്മളിത് വീട്ടിലെത്തി. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 5:15 ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലെത്തുമ്പോൾ കേട്ടോ. അങ്ങനെ നമ്മൾ വല്യമ്മയുടെ വീടിൻ്റെ ഫ്രണ്ട് കൂടെ ആയിട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ ഇറക്കാണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിതേ ആദർശമായിട്ട് സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഉണ്ണിക്ക് വേഗം ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിഷ വേഗം ഓടിപ്പോയിട്ടാ. അത് രാവിലെ ആകുമ്പോൾ തൊട്ടേ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല, പാല് മാത്രം കുടിച്ച് അങ്ങനെ ഇരിക്കണതാട്ടോ. അങ്ങനെ അവൾ ഉണ്ണിക്ക് വേഗം ഫുഡ് കൊടുക്കാൻ പോയി. അങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ എടുത്തു കൊടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് വിട്ടുട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുക വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.